ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പുതിയ SCERT പുസ്തകം 9ാം ക്ലാസ്സിലെ ജോഗ്രഫിയാണ് എടുക്കുന്നത്. 8ാമത്തെ ചാപ്റ്റർ തീരങ്ങളിലൂടെ. ഭൂപ്രകൃതി സവിശേഷതയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയെ 5ആയിട്ട് തിരിക്കാമെന്ന് പഠിച്ചിരുന്നു. ഉത്തരപർവ്വത മേഖല, ഉത്തര സമതലം, പീഠഭൂമി, മരുഭൂമി, അതുപോലെ തീരങ്ങളും ദ്വീപുകളും. അതിൽ തീരങ്ങളും ദ്വീപുകളുമാണ് ഇനി പഠിക്കാനുള്ളത്. ബാക്കി 4 നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇത് ഇച്ചിരി വലിയ ചാപ്റ്ററാണ്. ഇതിൽ നിന്നും ഒരുപാട് ക്വസ്റ്റ്യൻസ് PSC നേരത്തെ ചോദിച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം. മുകളിൽ കൊടുത്തിരിക്കുന്നത് ഹാക്ലൂഡ് സൊസൈറ്റി തയ്യാറാക്കിയ എ ജേണൽ ഓഫ് ദി ഫസ്റ്റ് വോയേജ് ഓഫ് വാസ്കോ ഡ ഗാമ എന്ന പുസ്തകത്തിൽ നിന്നുള്ള ഒരു ഭാഗമാണ്. ലക്ഷദ്വീപുകളുടെയും ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളുടെയും തീരങ്ങൾ ഉൾപ്പെടെ ഇന്ത്യക്ക് ഏകദേശം 7517 കിലോമീറ്റർ നീളത്തിൽ തീരദേശമുണ്ട്. ഈ ഒരു പാരഗ്രാഫിൽ ഈ ഒരു സെൻറ്റൻസ് മാത്രം നമുക്ക് പഠിച്ചാൽ മതി. ലക്ഷദ്വീപുകളുടെയും ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളുടെയും തീരങ്ങൾ ഉൾപ്പെടെ ഇന്ത്യക്ക് എത്ര നീളത്തിലാണ് തീരദേശമുള്ളത്? ഇന്ത്യയുടെ തീരദേശത്തിൻ്റെ നീളമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എത്ര? 7517 കിലോമീറ്റർ മൊത്തത്തിലുള്ളതാണ് പറഞ്ഞേക്കുന്നത്. ദ്വീപുകളെല്ലാം കൂടി ഉള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ഭൂമിശാസ്ത്രപരവും ചരിത്രപരവുമായി ഏറെ പ്രാധാന്യമുള്ള ഈ തീരങ്ങളുടെ ഭൂമിശാസ്ത്ര വൈവിധ്യങ്ങളാണ് നമ്മൾ ഇനി നോക്കുന്നത്. സമതല ഭൂപ്രകൃതി, അനുയോജ്യമായ കാലാവസ്ഥ, ജലലഭ്യത ഒക്കെ കൊണ്ട് ഇവിടം ജനനിബിഡമാണ്. സ്ഥാനം, ഭൂപ്രകൃതി സവിശേഷതകൾ എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ തീരസമതലത്തെ നമുക്ക് 2ആയിട്ട് തിരിക്കാം. പടിഞ്ഞാറൻ തീരസമതലവും കിഴക്കൻ തീരസമതലവും. നമുക്ക് ആദ്യം പടിഞ്ഞാറൻ തീരസമതലത്തെ പറ്റി വിശദമായിട്ട് നോക്കാം. പടിഞ്ഞാറൻ തീരസമതലം ഉപദ്വീപീയ പീഠഭൂമിക്കും അറബിക്കടലിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഇടുങ്ങിയ ഭൂപ്രദേശമാണ്. ഗുജറാത്തിലെ കച്ച് മുതൽ കന്യാകുമാരി വരെ ഏകദേശം 1840 കിലോമീറ്റർ നീളത്തിൽ കാണപ്പെടുന്നു. ഇതിൻ്റെ വീതി 10 കിലോമീറ്ററിനും 15 കിലോമീറ്ററിനും ഇടയിലായിട്ടാണ്. ഇത് ഒരു താഴ്ത്തപ്പെട്ട തീരമാണ്, സബ്മേർജ്ഡ് കോസ്റ്റാണ്. താഴ്ത്തപ്പെട്ട തീരം അല്ലെങ്കിൽ ഉയർത്തപ്പെട്ട തീരം എന്താണ് എന്ന് നോക്കാം. തീരപ്രദേശങ്ങളിൽ ഉദ്യാനം പോലുള്ള ഭൗമ പ്രവർത്തനത്താൽ തീരദേശത്തെ കരഭാഗം ഉയരുകയോ സമുദ്രനിരപ്പ് താഴുകയോ ചെയ്യുന്നു. ഇതിൻ്റെ ഫലമായിട്ട് കടൽ പിൻവാങ്ങി രൂപപ്പെടുന്ന തീരങ്ങളെയാണ് ഉയർത്തപ്പെട്ട തീരങ്ങളെന്ന് വിളിക്കുന്നത്. അവതലനം പോലുള്ള സബ്സിഡൻസ് പോലുള്ള ഭൗമ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ തീരദേശത്തെ കരഭാഗം താഴുകയോ സമുദ്രജലനിരപ്പ് ഉയരുകയോ ചെയ്യും. ഇതിൻ്റെ ഫലമായിട്ട് കരയിലേക്ക് കടൽ കയറി രൂപപ്പെടുന്ന തീരങ്ങളാണ് താഴ്ത്തപ്പെട്ട തീരങ്ങൾ. ഇങ്ങനെ രൂപം കൊണ്ടതാണ് പടിഞ്ഞാറൻ തീരസമതലം. പടിഞ്ഞാറൻ തീരസമതലം എന്നത് താഴ്ത്തപ്പെട്ട തീരങ്ങൾക്ക് ഉദാഹരണമാണ്. പടിഞ്ഞാറൻ തീരസമതലത്തിൻ്റെ മറ്റൊരു സവിശേഷതയാണ് തീരത്തോടടുത്ത് കാണപ്പെടുന്ന കായലുകൾ. അപ്പം പടിഞ്ഞാറൻ തീരസമതലത്തിൻ്റെ ഒരു സവിശേഷതയാണ് തീരത്തോട് അടുത്ത് കാണപ്പെടുന്ന കായലുകൾ. പടിഞ്ഞാറൻ തീരസമതലത്തെ നമുക്ക് 3 ഭാഗങ്ങളായിട്ട് തിരിക്കാം. ഗുജറാത്ത് തീരം, കൊങ്കൺ തീരം, മലബാർ തീരം. ഇങ്ങനെ 3ആയിട്ട് തിരിക്കാം. റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെ നീണ്ടു കിടക്കുന്നതാണ് പടിഞ്ഞാറൻ തീരസമതലം എന്ന് നമ്മൾ പറഞ്ഞു. അതുകൊണ്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട്, ഗുജറാത്ത് തീരം കാണിച്ചിട്ടുണ്ട് പിങ്ക് കളറിൽ. മഞ്ഞ കളറിലാണ് കൊങ്കൺ തീരം കാണിച്ചിട്ടുള്ളത്. മലബാർ തീരം ഓറഞ്ച് കളറിലും കാണിച്ചിട്ടുണ്ട്. കിഴക്കായിട്ട് നീല കളറിൽ കോറമൻഡൽ തീരവും ചുവന്ന കളറിൽ വടക്കൻ സിർക്കാർ തീരവും കാണിച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് ഗുജറാത്ത് തീരസമതലത്തെ പറ്റി നോക്കാം. റാൻ ഓഫ് കച്ച് ചതുപ്പ് പ്രദേശവും കച്ച് സൗരാഷ്ട്ര മേഖലകളുടെ തീരപ്രദേശങ്ങളും ദമൻ ആൻഡ് ദിയു, ദാദ്ര നഗർ ഹവേലി കേന്ദ്രപ്രദേശങ്ങളും ഉൾപ്പെടുന്നതാണ് ഗുജറാത്ത് തീരസമതലം. സബർമതി, മാഹി തുടങ്ങിയ നദികളുടെ എക്കൽ നിക്ഷേപണ ഫലമായിട്ടാണ് ഈ ഒരു തീരസമതല ഭാഗം രൂപപ്പെട്ടിട്ടുള്ളത്. ഏതൊക്കെ നദികളുടെയാണ്? സബർമതിയും മാഹിയും. ചെറുതും വലുതുമായ ദ്വീപുകൾ, ഉപദ്വീപുകൾ, കടലിടുക്കുകൾ, ചതുപ്പുനിലങ്ങൾ, വേലിയേറ്റ ചാലുകൾ,
കുന്നുകൾ തുടങ്ങിയവ ഈ മേഖലയുടെ പ്രധാന സവിശേഷതകളാണ്. കപ്പൽ പൊളിക്കൽ കേന്ദ്രമായ അലാങ് സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്ത് തീരസമതലത്തിലാണ്. കപ്പലുകളുടെ ശവപ്പറമ്പ് എന്നാണ് അലാങ് കടൽത്തീരം അറിയപ്പെടുന്നത്. കപ്പൽ പൊളിക്കൽ കേന്ദ്രം അലാങ് കടൽത്തീരത്താണ് എന്നറിയാം. അതുകൊണ്ട് തന്നെ അലാങ് കടൽത്തീരം അറിയപ്പെടുന്നത് കപ്പലുകളുടെ ശവപ്പറമ്പ്, ഗ്രേവ്യാർഡ് ഓഫ് ഷിപ്സ് എന്നാണ്. അതുപോലെ പരുത്തിത്തുണി വ്യവസായ കേന്ദ്രങ്ങളായ സൂററ്റ്, വഡോദര, മത്സ്യബന്ധന ഹാർബറായ വെരാവൽ, ചരിത്ര പ്രാധാന്യമുള്ള ദണ്ഡി കടപ്പുറം, നിരവധിയായിട്ടുള്ള ഉപ്പുപാടങ്ങൾ, ഇതെല്ലാം ഗുജറാത്ത് തീരസമതലത്തിൽ ഉണ്ട്. ഇനി നോക്കുന്നത് റാൻ ഓഫ് കച്ചിനെ പറ്റിയാണ്. ഇന്ത്യ പാക് അതിർത്തി പ്രദേശമാണ് കച്ച്. ഇവിടുത്തെ ഒരു ലവണ ചതുപ്പ് നിലമാണ് റാൻ ഓഫ് കച്ച്. ഗുജറാത്തി ഭാഷയിൽ റാൻ എന്നാൽ മരുഭൂമി എന്നാണ് അർത്ഥം. റാൻ എന്നാൽ ഗുജറാത്തി ഭാഷയിൽ മരുഭൂമി എന്നാണ് അർത്ഥം. മഴക്കാലങ്ങളിൽ വെള്ളക്കെട്ടുകളായി രൂപപ്പെടുന്ന ഇവ മഴ മാറുന്നതോടെ വരണ്ട ലവണ മരുഭൂമിയായിട്ട് മാറും. വെളുത്ത ഉപ്പുമണൽ നിറഞ്ഞ റാൻ ഓഫ് കച്ച് ഒരു ലവണ മരുഭൂമിയാണ്. ഏകദേശം 26,000 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ഈ ചതുപ്പ് നിലത്തിന് ഗ്രേറ്റർ റാൻ, ലിറ്റിൽ റാൻ എന്നിങ്ങനെ 2 ഭാഗങ്ങളുണ്ട്. നവംബർ മുതൽ ഫെബ്രുവരി വരെ നീണ്ടു നിൽക്കുന്ന റാൻ ഉത്സവം ഇവിടുത്തെ പ്രധാന ആഘോഷമാണ്. ഇനി പഠിക്കുന്നത് കൊങ്കൺ തീരത്തെ പറ്റിയാണ്. ഗുജറാത്ത് തീരസമതലത്തിന് തെക്ക് ദാമൻ മുതൽ ഗോവ വരെ വ്യാപിച്ചു കിടക്കുന്ന തീരസമതലത്തെയാണ് കൊങ്കൺ തീരം എന്ന് വിളിക്കുന്നത്. ഗുജറാത്ത് തീരസമതലത്തിന് തെക്കായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ദാമൻ മുതൽ ഗോവ വരെയാണ് കൊങ്കൺ തീരം. ഇത് ഏകദേശം 500 കിലോമീറ്ററാണ് നീളം. പശ്ചിമഘട്ട മലനിരകൾ ഈ തീരത്തിന് സമാന്തരമായിട്ട് സ്ഥിതി ചെയ്യുന്നതുകൊണ്ട് ഇവിടെ തീരസമതലം ഇടുങ്ങിയതാണ്. കൊങ്കൺ തീരത്തിൻ്റെ വടക്കു ഭാഗം മണൽ നിറഞ്ഞ സാൻഡി കോസ്റ്റാണ്. തെക്കുഭാഗം പാറക്കൂട്ടങ്ങൾ നിറഞ്ഞ തീരവുമാണ്. ക്ലിഫുകൾ, ദ്വീപുകൾ, ബീച്ചുകൾ തുടങ്ങിയ തീരദേശ ഭൂരൂപങ്ങൾ ഇവിടെ കാണപ്പെടുന്നുണ്ട്. തീരദേശ ഭൂരൂപങ്ങളായിട്ടുള്ള ക്ലിഫുകൾ, ദ്വീപുകൾ, ബീച്ചുകൾ ഇതെല്ലാം ഇവിടെ കാണപ്പെടുന്നുണ്ട്. ഇന്ത്യയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായിട്ടുള്ള ഗോവയിൽ ധാരാളം ബീച്ചുകളുണ്ട്. ധാരാളം മഴ ലഭിക്കുന്ന ആർദ്ര കാലാവസ്ഥ കൊങ്കൺ തീരസമതലത്തെ ജൈവ വൈവിധ്യ സമ്പന്നമാക്കുന്നു. നവശേവ അല്ലെങ്കിൽ നവി മുംബൈ, മൊർമുഗോവ തുടങ്ങി പ്രകൃതിദത്ത തുറമുഖങ്ങളും മാൽപേ മത്സ്യബന്ധന ഹാർബറും കപ്പൽ നിർമ്മാണശാലകളും ടൂറിസം കേന്ദ്രങ്ങളും വ്യവസായ കേന്ദ്രങ്ങളുമെല്ലാം കൊങ്കൺ തീരത്ത് ഉണ്ട്. ഇവിടുത്തെ പ്രകൃതിദത്ത തുറമുഖങ്ങളാണ് നവശേവ, മർമുഗോവ. അതുപോലെ മാൽപേ മത്സ്യബന്ധന ഹാർബർ കാണപ്പെടുന്നത് കൊങ്കൺ തീരത്താണ്. അതുപോലെ കപ്പൽ നിർമ്മാണശാലകളും ടൂറിസം കേന്ദ്രങ്ങളുമൊക്കെ ഉണ്ട്. ഇനി സെൻറ്റ് മേരീസ് ദ്വീപിനെ പറ്റിയാണ് നോക്കുന്നത്. കർണാടകയിലെ ഉടുപ്പി ജില്ലയിൽ മാൽപേ തീരത്ത് നിന്നും മാറി കടലിലായിട്ട് സ്ഥിതി ചെയ്യുന്ന ജനവാസമില്ലാത്ത ചെറുദ്വീപാണിത്. ദ്വീപ് നിറയെ ഷഡ്ഭുജമാകൃതിയിലുള്ള കൽത്തൂണുകൾ കാണാം. ഏകദേശം 88 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് സംഭവിച്ച അഗ്നിപർവ്വത സ്ഫോടനത്തിലൂടെ പുറത്തു വന്ന ലാവ തണുത്ത് രൂപപ്പെട്ടതാണ് ഇത്. കോളംനാർ ജോയിൻസ് എന്ന ജിയോളജീയ ശിലാ മാതൃകയാണ് ഇത്. ഇതൊരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ്. ഗുജറാത്ത് തീരസമതലം, അതുപോലെ കൊങ്കൺ തീരസമതലം, ഇത് രണ്ടും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി പറയാനുള്ളത് മലബാർ തീരസമതലമാണ്. മലബാർ തീരത്തെപ്പറ്റി നമുക്ക് നോക്കാം. സ്തംഭങ്ങൾ, ബീച്ചുകൾ, അഴിമുഖങ്ങൾ, പൊഴികൾ തുടങ്ങി നിരവധി തീരഭൂരൂപങ്ങൾ മലബാർ തീരത്ത് നമുക്ക് കാണാം. ഇവിടുത്തെ മറ്റൊരു സവിശേഷത കായലുകളാണ്. വേമ്പനാട്ട് കായൽ ഇതിന് പ്രധാനമാണ്. ഇവിടെ കായലുകളും തടാകങ്ങളും കനാലുകൾ വഴി ബന്ധിപ്പിച്ച് ജലഗതാഗതം സാധ്യമാക്കുന്നുണ്ട്. കോട്ടപ്പുറം മുതൽ കൊല്ലം വരെ ഇത്തരത്തിൽ ഗതാഗത യോഗ്യമാണ്. ഇന്ത്യയിലെ പ്രധാന ദേശീയ ജലപാതകളിലൊന്നാണ് NW3. അപ്പം കൊല്ലം കോട്ടപ്പുറമാണ് NW3. ഇത് കാണുന്നത് മലബാർ തീരത്താണ്. വർക്കല, ഏഴിമല, ബേക്കൽ തുടങ്ങിയ പ്രദേശങ്ങളിൽ തീരങ്ങൾ ഉയർന്നു കാണപ്പെടുന്നു. ഇവിടെ ക്ലിഫ് പോലുള്ള ഭൂരൂപങ്ങൾ കാണാം. മുഴുപ്പിലങ്ങാട്, ചാവക്കാട്, കോവളം തുടങ്ങിയ ബീച്ചുകൾ ധാരാളം വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നവയാണ്. തീരദേശത്തുള്ള തണ്ണീർത്തടങ്ങൾ, കായലുകൾ ഒക്കെ ദേശാടന പക്ഷികളുടെ പ്രജനന കേന്ദ്രങ്ങളാണ്.
കടലുണ്ടി, കുമരകം, പാതിരാമണൽ തുടങ്ങിയ പക്ഷി സങ്കേതങ്ങൾ ദേശാടന പക്ഷികൾക്ക് സംരക്ഷണം നൽകുന്ന ഇടങ്ങളാണ്. കടലുണ്ടി, കുമരകം, പാതിരാമണൽ ഇതൊക്കെ പക്ഷി സങ്കേതങ്ങളാണ് എന്ന് ഓർക്കുക. നാഞ്ചനാടും കുട്ടനാടും കോൾനിലങ്ങളും അടങ്ങുന്ന നെല്ലറകളും നീണ്ടകര, മുനമ്പം, പൊന്നാനി, ബേപ്പൂർ തുടങ്ങിയ മത്സ്യബന്ധന ഹാർബറുകളും തീരദേശ ജനതയുടെ സാമ്പത്തിക പ്രവർത്തന കേന്ദ്രങ്ങളാണ്. പടിഞ്ഞാറൻ തീര സമതലത്തിൻ്റെ സ്ഥാനം, വ്യാപ്തി, ഉപവിഭാഗങ്ങൾ, ഭൂമിശാസ്ത്ര സവിശേഷതകളൊക്കെയാണ് നമ്മൾ നോക്കിയത്. അപ്പോൾ അതിൽ ലാസ്റ്റ് നോക്കിയത് മലബാർ തീരമാണ്. ഇനി നമുക്ക് കിഴക്കൻ തീരസമതലത്തിൻ്റെ സവിശേഷതയാണ് നോക്കേണ്ടത്. പൂർവ്വഘട്ടത്തിനും ബംഗാൾ ഉൾക്കടലിനും മധ്യേ സ്ഥിതി ചെയ്യുന്ന താരതമ്യേന വീതി കൂടിയ തീരസമതലമാണ് കിഴക്കൻ തീരസമതലം. പടിഞ്ഞാറൻ തീരസമതലത്തിൻ്റെ സ്ഥാനം നമ്മൾ പറഞ്ഞു. പശ്ചിമഘട്ടത്തിനും അറബിക്കടലിനും ഇടയിലായിട്ട് സ്ഥിതി ചെയ്യുന്ന വീതി കുറഞ്ഞ തീരസമതലമാണ്. ഇത് വീതി കൂടിയ തീരസമതലമാണ്. അതുപോലെ ബംഗാൾ ഉൾക്കടലിനും പൂർവ്വഘട്ടത്തിനും മധ്യയാണിത് സ്ഥിതി ചെയ്യുന്നത്. മഹാനദി ഡെൽറ്റ പ്രദേശം മുതൽ കന്യാകുമാരി വരെ ഏകദേശം 1800 കിലോമീറ്റർ നീളമാണ് കിഴക്കൻ തീരസമതലത്തിന് ഉള്ളത്. മഹാനദി, കൃഷ്ണ, ഗോദാവരി, കാവേരി തുടങ്ങിയ ഉപദ്വീപീയ നദികളുടെ നിക്ഷേപണ പ്രക്രിയയുടെ ഫലമായിട്ട് രൂപപ്പെട്ടതാണ് ഈ ഒരു സമതലം. ഇത് ഒരു ഉയർത്തപ്പെട്ട തീരമാണ്. എമേർജ്ഡ് കോസ്റ്റാണ്. നമ്മൾ പടിഞ്ഞാറൻ തീരസമതലത്തെ പറ്റി പറഞ്ഞപ്പോൾ അതൊരു സബ്മേർജ്ഡ് കോസ്റ്റാണ് എന്ന് പറഞ്ഞിരുന്നു. അതേസമയം കിഴക്കൻ തീരസമതലം ഒരു എമേർജ്ഡ് കോസ്റ്റാണ്. മഹാനദി, കൃഷ്ണ, ഗോദാവരി, കാവേരി എന്നീ നദികളുടെ ഡെൽറ്റകൾ ഉൾപ്പെട്ടതാണ് ഈ ഒരു തീരസമതലം. വടക്കൻ സിർക്കാർ തീരവും കോറമണ്ടൽ തീരവുമാണ് കിഴക്കൻ തീരസമതലത്തിൻ്റെ 2 വിഭാഗങ്ങൾ. അതിൽ വടക്കൻ സിർക്കാർ തീരമാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. മഹാനദി ഡെൽറ്റ മുതൽ കൃഷ്ണ ഡെൽറ്റ വരെ വ്യാപിച്ചിരിക്കുന്ന തീരസമതല ഭാഗമാണ് വടക്കൻ സിർക്കാർ തീരം. മഹാനദി ഡെൽറ്റ മുതൽ കൃഷ്ണ ഡെൽറ്റ വരെ. ഒഡീഷ, ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളുടെ തീരദേശം ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഒഡീഷയിൽ ഇത് ഉത്കൽ സമതലം എന്നും ആന്ധ്രാപ്രദേശിൽ ആന്ധ്ര സമതലം എന്നുമാണ് അറിയപ്പെടുന്നത്. വടക്കൻ സിർക്കാർ തീരത്തെ പറ്റിയാണ് പറയുന്നത്. ആന്ധ്രാപ്രദേശിൽ ഇത് ആന്ധ്ര സമതലമെന്നും ഒഡീഷയിൽ ഇത് ഉത്കൽ സമതലമെന്നുമാണ് അറിയപ്പെടുന്നത്. മുഖ്യമായും മഹാനദി, ഗോദാവരി, കൃഷ്ണ എന്നീ നദികളുടെ ഡെൽറ്റ നിക്ഷേപങ്ങൾ ഉൾപ്പെട്ടതാണ് ഈ ഒരു സമതല ഭാഗം. മഹാനദി ഡെൽറ്റയ്ക്ക് തെക്കായിട്ട് സ്ഥിതി ചെയ്യുന്ന ചിൽക്ക തടാകം ഇന്ത്യയിലെ വലിയ തടാകങ്ങളിൽ ഒന്നാണ്. ആന്ധ്രയിലെ കൊല്ലേരു തടാകമാണ് കിഴക്കൻ തീരത്തെ മറ്റൊരു പ്രധാന തടാകം. ആന്ധ്രയിലെ കൊല്ലേരു തടാകം, അതുപോലെ മഹാനദി ഡെൽറ്റയ്ക്ക് തെക്കായിട്ട് സ്ഥിതി ചെയ്യുന്ന ചിൽക്ക തടാകം, ഇത് രണ്ടും ഇന്ത്യയിലെ പ്രധാനപ്പെട്ട തടാകങ്ങളാണ്. പശ്ചിമ തീരത്തെ അപേക്ഷിച്ച് കിഴക്കൻ തീരത്ത് തുറമുഖങ്ങൾ കുറവാണ്. വിശാഖപട്ടണവും മസൂലിപട്ടണവുമാണ് പ്രധാന തുറമുഖങ്ങൾ. ഇവിടെയുള്ള നെല്ലറകളാണ് ശ്രീകാകുളം, ഈസ്റ്റ് ഗോദാവരി, വെസ്റ്റ് ഗോദാവരി. ഇനി മത്സ്യബന്ധന തുറമുഖങ്ങൾ ഏതൊക്കെയാണ്? വിശാഖപട്ടണവും മസൂലിപട്ടണവുമാണ്. അടുത്തായിട്ട് നോക്കുന്നത് കോറമാൻഡൽ തീരമാണ്. കൃഷ്ണാനദി ഡെൽറ്റ മുതൽ കന്യാകുമാരി ഡെൽറ്റ വരെ നീളുന്ന തീരസമതലമാണ് കോറമൻഡൽ തീരം. കാവേരി നദി ഡെൽറ്റയും ഈ ഒരു സമതലത്തിൻ്റെ ഭാഗമാണ്. ഈ പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന ഫലഭൂയിഷ്ഠമായിട്ടുള്ള ഡെൽറ്റ എക്കൽ മണ്ണ് കോറമൻഡൽ തീരസമതലത്തെ നെൽകൃഷിക്ക് അനുയോജ്യമാക്കുന്നു. കോറമൻഡൽ തീരത്തെ ഒരു പ്രധാന തടാകമാണ് പുലിക്കെട്ട് തടാകം. ഈ തടാകത്തിൻ്റെ തീരത്താണ് ഇന്ത്യയുടെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമായിട്ടുള്ള ശ്രീഹരിക്കോട്ട സ്ഥിതി ചെയ്യുന്നത്. PYQ ആണ്. ശ്രീഹരിക്കോട്ട സ്ഥിതി ചെയ്യുന്നത് ഏത് തടാകത്തിൻ്റെ തീരത്താണ് എന്ന് ചോദിച്ചാൽ പുലിക്കെട്ട് തടാകത്തിൻ്റെ തീരത്താണ്. പുലിക്കെട്ട് തടാകം, പോയിന്റ് കാലിമർ എന്നീ പക്ഷി സങ്കേതങ്ങൾ, അതുപോലെ പിച്ചാവാരം കണ്ടൽ കാടുകൾ തുടങ്ങിയവ ഈ തീരസമതലത്തിൻ്റെ ജൈവ വൈവിധ്യ സംരക്ഷണ കേന്ദ്രങ്ങളാണ്. ഇവിടുത്തെ പ്രധാന മത്സ്യബന്ധന ഹാർബറുകളാണ് നാഗപട്ടണം, കടലൂർ എന്നിവ. മത്സ്യബന്ധന ഹാർബറുകൾ നാഗപട്ടണം, കടലൂർ എന്നിവയാണ്. ചെന്നൈ തീരത്തെ മറീന ബീച്ച് പ്രസിദ്ധമായ വിനോദസഞ്ചാര കേന്ദ്രമാണ്. ഇവിടെയുള്ള വിനോദസഞ്ചാര കേന്ദ്രമാണ് മറീന ബീച്ച്. അത് ചെന്നൈ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. പടിഞ്ഞാറൻ തീരവും കിഴക്കൻ തീരവും നമ്മൾ നോക്കി. അതിൻ്റെ വിഭാഗങ്ങളെല്ലാം ഡീറ്റെയിൽഡായിട്ട് നോക്കി. ഇനി നോക്കാനുള്ളത് ദ്വീപുകളാണ്.
ലക്ഷദ്വീപും ആൻഡമാൻ നിക്കോബാറുമാണ് ഇന്ത്യയിലെ ദ്വീപുകൾ എന്ന് നമുക്കറിയാം. ലക്ഷദ്വീപ് സ്ഥിതി ചെയ്യുന്നത് അറബിക്കടലിലും ബംഗാൾ ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ. നമുക്ക് ആദ്യം നോക്കാനുള്ളത് ലക്ഷദ്വീപിനെ പറ്റിയാണ്. കേരള തീരത്ത് നിന്ന് ഏകദേശം 280 മുതൽ 480 കിലോമീറ്റർ വരെ മാറി അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ലക്ഷദ്വീപുകൾ പവിഴപ്പുറ്റുകളാൽ രൂപപ്പെട്ടവയാണ്. പവിഴപ്പുറ്റുകളാൽ രൂപപ്പെട്ട ദ്വീപുകളാണ് ലക്ഷദ്വീപുകൾ. ഈ ദ്വീപുകൾക്ക് പൊതുവെ സമുദ്രനിരപ്പിൽ നിന്ന് ഏതാനും മീറ്ററുകൾ മാത്രമേ ഉയരമുള്ളൂ. സമുദ്രനിരപ്പിൽ നിന്നും ഏതാനും മീറ്ററുകൾ മാത്രമേ ഈ ദ്വീപുകൾക്ക് ഉയരമുള്ളൂ. 36 ദ്വീപുകൾ ഉൾപ്പെടുന്ന ദ്വീപസമൂഹമാണ് ലക്ഷദ്വീപ്. അതിൽ 10 ദ്വീപുകളിൽ മാത്രമേ ജനവാസമുള്ളൂ. കേന്ദ്രഭരണ പ്രദേശമാണ് ലക്ഷദ്വീപ് എന്ന് നമുക്കറിയാം. ലക്ഷദ്വീപിൻ്റെ തലസ്ഥാനം കവരത്തി ദ്വീപാണ്. ആന്ത്രോത്ത് ദ്വീപാണ് ഇവയിലെ ഏറ്റവും വലുത്. ലക്ഷദ്വീപിലെ ഏറ്റവും വലിയ ദ്വീപ് ആന്ത്രോത്ത് ദ്വീപാണ്. ലക്ഷദ്വീപിൻ്റെ തലസ്ഥാനം കവരത്തി ദ്വീപാണ്. പവിഴജന്യ മണൽ ബീച്ചുകളും ലഗൂണുകളും ഇവിടുത്തെ പ്രധാന സവിശേഷതകളാണ്. നമുക്കിനി ലഗൂൺ എന്താണ് എന്ന് നോക്കാം. കടൽ തീരങ്ങളിൽ മണൽത്തിട്ടകളാലോ പവിഴപ്പുറ്റുകളാലോ കടലിൽ നിന്നും വേർതിരിക്കപ്പെട്ടിട്ടുള്ള ആഴം കുറഞ്ഞ ജലാശയങ്ങളെയാണ് ലഗൂണുകൾ എന്ന് വിളിക്കുന്നത്. ഇവിടെ ചിത്രത്തിൽ അഗത്തി ദ്വീപും ദ്വീപിന് ചുറ്റുമുള്ള ലഗൂണുമാണ് കാണിച്ചിട്ടുള്ളത്. ഇനി ലക്ഷദ്വീപിലെ പ്രധാന തൊഴിൽ മത്സ്യബന്ധനമാണ്. ഇവിടെ നിന്നും ലഭിക്കുന്ന പ്രധാന മത്സ്യം ചൂരയാണ്. ഇവിടെ കൂടുതലായിട്ട് ലഭിക്കുന്നത് ചൂരയാണ്. മത്സ്യം സംസ്കരിച്ച് വിവിധ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നുണ്ട്. ചൂര മത്സ്യം ഉണക്കിയെടുത്ത് ഉണ്ടാക്കുന്ന ഉൽപ്പന്നമാണ് മാസ്. തെങ്ങാണ് ഇവിടുത്തെ പ്രധാന കാർഷിക വിള. കൊപ്ര നിർമ്മാണവും കയർ നിർമ്മാണവുമാണ് മത്സ്യബന്ധനത്തോടൊപ്പമുള്ള പരമ്പരാഗത തൊഴിലുകൾ. ലഗൂണുകൾ, ബീച്ചുകൾ, പവിഴപ്പുറ്റുകൾ എന്നിവയെല്ലാം പ്രയോജനപ്പെടുത്തി ദിവസം തോറും വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് വിനോദസഞ്ചാരം. അത് ഇവിടുത്തെ ഒരു ആധുനിക തൊഴിൽ മേഖലയായിട്ട് മാറിയിരിക്കുകയാണ്. ഇവിടെ സാഹസിക വിനോദസഞ്ചാരമായ സ്കൂബ ഡൈവിങ്ങും വളർന്നു വരുന്ന തൊഴിൽ സാധ്യതകളാണ്. ലക്ഷദ്വീപിലെ പ്രത്യേകതയാണ് പവിഴദ്വീപുകൾ. കോറൽ പോളിപ്പുകൾ എന്നറിയപ്പെടുന്ന സൂക്ഷ്മ സമുദ്രജീവികളുടെ മൃതാവശിഷ്ടങ്ങൾ അടിഞ്ഞുകൂടിയിട്ടാണ് പവിഴപ്പുറ്റുകൾ രൂപം കൊള്ളുന്നത്. കോറലുകളുടെ സ്രവമായിട്ടുള്ള കാൽസ്യം കാർബണേറ്റാണ് പവിഴപ്പുറ്റുകൾ രൂപപ്പെടുന്നതിന് സഹായിക്കുന്നത്. പവിഴപ്പുറ്റുകൾ രൂപപ്പെടുന്നതിന് 100 കണക്കിന് വർഷങ്ങളെടുക്കും. കടൽ നിരപ്പിന് മുകളിൽ ഉയർന്നു നിൽക്കുന്ന പർവ്വത തലപ്പുകളിൽ പവിഴപ്പുറ്റുകൾ വളർന്നിട്ടാണ് പവിഴദ്വീപുകൾ ഉണ്ടാകുന്നത്. ജീവനുള്ള കോറൽ പോളിപ്പുകൾ ഓറഞ്ച്, മഞ്ഞ, പച്ച എന്നിങ്ങനെ വർണ്ണങ്ങളിൽ കാണപ്പെടും. വിവിധയിനം മത്സ്യങ്ങളുടെയും സമുദ്രജീവികളുടെയും ആവാസ കേന്ദ്രം കൂടിയാണ് പവിഴപ്പുറ്റുകൾ. ഉഷ്ണമേഖലയിൽ തീരത്തോട് ചേർന്ന് തെളിഞ്ഞ ജലമുള്ള താരതമ്യേന ആഴം കുറഞ്ഞ കടലുകളിലാണ് ഇവ വളരുന്നത്. ഇന്ത്യയിൽ ലക്ഷദ്വീപിനെ കൂടാതെ ഗുജറാത്തിലെ ഗൾഫ് ഓഫ് കച്ച്, തമിഴ്നാട്ടിലെ ഗൾഫ് ഓഫ് മാന്നാർ, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ എന്നിവിടങ്ങളിലൊക്കെ പവിഴദ്വീപുകൾ കാണപ്പെടുന്നുണ്ട്. ഇനി നോക്കുന്നത് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളെ പറ്റിയാണ്. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ സ്ഥിതി ചെയ്യുന്നത് ബംഗാൾ ഉൾക്കടലിലാണ് എന്ന് പറഞ്ഞു. ഇവ അഗ്നിപർവ്വതജന്യ ദ്വീപുകളാണ്. ഈ ദ്വീപ സമൂഹത്തെ ആൻഡമാൻ ദ്വീപുകൾ, നിക്കോബാർ ദ്വീപുകൾ എന്നിങ്ങനെ വേർതിരിക്കുന്ന കടൽഭാഗം 10 ഡിഗ്രി ചാനൽ എന്നാണ് അറിയപ്പെടുന്നത്. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ, ഇതിൽ ആൻഡമാൻ ദ്വീപുകളെയും നിക്കോബാർ ദ്വീപുകളെയും വേർതിരിക്കുന്ന ഒരു കടൽഭാഗമുണ്ട്. ആ കടൽഭാഗത്തെ 10 ഡിഗ്രി ചാനൽ എന്നാണ് വിളിക്കുന്നത്. ആൻഡമാൻ ദ്വീപിനെയും നിക്കോബാർ ദ്വീപിനെയും വേർതിരിക്കുന്ന കടൽഭാഗമാണ് 10 ഡിഗ്രി ചാനൽ. ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതമായിട്ടുള്ള ബാരൻ സ്ഥിതി ചെയ്യുന്നത് ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹത്തിലാണ്. ഏകദേശം 572 ചെറുതും വലുതുമായിട്ടുള്ള ദ്വീപുകളുള്ളതിൽ 38 ദ്വീപുകളിലാണ് ജനവാസമുള്ളത്. മൊത്തം 572 ചെറുതും വലുതുമായിട്ടുള്ള ദ്വീപുകൾ ഉണ്ട്. അതിൽ 38 ദ്വീപുകളിലാണ് ജനവാസമുള്ളത്. മിക്ക ദ്വീപുകളിലും തദ്ദേശീയ ഗോത്ര ജനവിഭാഗങ്ങളാണ് വസിക്കുന്നത്. കേന്ദ്രഭരണ പ്രദേശമായ ആൻഡമാൻ നിക്കോബാറിൻ്റെ തലസ്ഥാനം പോർട്ട് ബ്ലെയർ ആണ്. ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റം ഏതാണ്? ഇന്ദിരാ പോയിൻ്റ് ആണ്. ഇന്ദിരാ പോയിൻ്റ് സ്ഥിതി ചെയ്യുന്നത്
ആൻഡമാൻ നിക്കോബാർ ദ്വീപിലെ ഗ്രേറ്റ് നിക്കോബാർ ദ്വീപിലാണ്. 2004 സുനാമിയിൽ ഈ ഭാഗം 4 മീറ്ററോളം കടലിൽ മുങ്ങിപ്പോയി. ഇവിടെ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ കാണിച്ചിട്ടുണ്ട്. നോർത്ത് ആൻഡമാൻ മുതൽ ഇന്ദിര പോയിന്റ് വരെയുള്ളത് കാണിച്ചിട്ടുണ്ട്. ഞാനൊന്ന് വായിക്കാം. നോർത്ത് ആൻഡമാൻ, ആൻഡമാൻ ദ്വീപുണ്ട്, മിഡിൽ ആൻഡമാൻ, ലോവർ ആൻഡമാൻ, പോർട്ട് ബ്ലെയർ കാണിച്ചിട്ടുണ്ട്, സെന്റിനൽ ദ്വീപ്, ലിറ്റിൽ ആൻഡമാൻ, 10 ഡിഗ്രി ചാനൽ, കാർ നിക്കോബാർ, നിക്കോബാർ ദ്വീപുകൾ, ലിറ്റിൽ നിക്കോബാർ, ഗ്രേറ്റ് നിക്കോബാർ, ഇന്ദിര പോയിന്റ്. ഇങ്ങനെ ഇത്രയുമാണ് ഉള്ളത്. മണൽ ബീച്ചുകൾ, പാറക്കെട്ടുകൾ, സമുദ്ര കമാനങ്ങൾ, ക്ലിഫുകൾ, വേലിയേറ്റ ചാലുകൾ തുടങ്ങിയവ ഇവിടുത്തെ സവിശേഷതകളാണ്. ഇവിടെ എന്തൊക്കെയാണുള്ളത്? മണൽ ബീച്ചുകളുണ്ട്. ഭൂരൂപങ്ങളാണ് പറയുന്നത്. മണൽ ബീച്ചുകൾ, പാറക്കെട്ടുകൾ, സമുദ്ര കമാനങ്ങൾ, ക്ലിഫുകൾ, വേലിയേറ്റ ചാലുകൾ. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ ഉയർന്ന തോതിൽ മഴ ലഭിക്കുന്നതുകൊണ്ട് ഉഷ്ണമേഖലാ നിത്യഹരിത വനങ്ങൾ ധാരാളമായിട്ട് കാണപ്പെടുന്നു. ആൻഡമാൻ നിക്കോബാർ ദ്വീപിൽ കാണപ്പെടുന്ന വനങ്ങൾ ഉഷ്ണമേഖലാ നിത്യഹരിത വനങ്ങളാണ് എന്ന് ഓർക്കുക. പവിഴപ്പുറ്റുകളും ബീച്ചുകളും ചുണ്ണാമ്പ് കൽ ഗുഹകളുമെല്ലാമുള്ള ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ്. ഇനി നമുക്ക് തീരഭൂരൂപങ്ങൾ നോക്കാം. ആദ്യം നമുക്ക് ക്ലിഫുകൾ എന്താണ് എന്ന് നോക്കാം. സമുദ്രനിരപ്പിൽ നിന്നും ഉയർന്നു നിൽക്കുന്ന ചെകുത്തായ കരഭാഗത്തെയാണ് ക്ലിഫുകൾ എന്ന് വിളിക്കുന്നത്. സമുദ്രതീരങ്ങളിലെ പാറക്കെട്ടുകളിൽ തുടർച്ചയായിട്ട് തിരമാല അടിക്കുമ്പോൾ തീരശിലകൾ അപരദനത്തിലൂടെ നീക്കം ചെയ്യപ്പെടാറുണ്ട്. തിരമാല അടിക്കുമ്പോൾ അവിടുത്തെ ശിലകൾ അപരദനത്തിലൂടെ നീക്കം ചെയ്യപ്പെടും. ഇതിൻ്റെ ഫലമായിട്ട് രൂപപ്പെടുന്ന ചെകുത്തായിട്ടുള്ള കരഭാഗങ്ങളെയാണ് ക്ലിഫുകൾ എന്ന് വിളിക്കുന്നത്. നമുക്ക് വഴി അതിൻ്റെ ചിത്രം നോക്കാം. അതിനു മുന്നേ ഭൂരൂപങ്ങൾ ഏതൊക്കെയെന്ന് പറഞ്ഞു പോകാം. അടുത്തത് നമ്മൾ പറയുന്നത് സമുദ്ര ഗുഹകളെ പറ്റിയാണ്. തിരമാലകളുടെ അപരദന പ്രക്രിയയിലൂടെ തന്നെയാണ് സമുദ്ര ഗുഹകളും ഉണ്ടാകുന്നത്. തീരശിലകളിൽ ചെറുദ്വാരങ്ങൾ രൂപപ്പെട്ട് കാലക്രമേണ വലുതായി വന്നിട്ടാണ് അതൊരു ഗുഹയായിട്ട് മാറുക. അതിനെ സമുദ്ര ഗുഹകൾ എന്നാണ് വിളിക്കുന്നത്. തിരമാലകളുടെ അപരദന പ്രക്രിയയുടെ ഫലമായിട്ട് തീരശിലകളിൽ ചെറുദ്വാരങ്ങൾ രൂപപ്പെട്ട് കാലക്രമേണ വലുതായി സമുദ്ര ഗുഹകളായിട്ട് രൂപപ്പെടുന്നു. ഇനി 2 സമുദ്ര ഗുഹകൾ ചേർന്നുണ്ടാകുന്നതാണ് സമുദ്ര കമാനം. സമുദ്രത്തിലേക്ക് തള്ളി നിൽക്കുന്ന തീരശിലാഭാഗത്ത് തിരമാലയുടെ അപരദനം മൂലം ഇരുവശങ്ങളിൽ നിന്നും സമുദ്ര ഗുഹകൾ രൂപപ്പെടുന്നു. കാലക്രമേണ അപരദന പ്രക്രിയയിലൂടെ ഇരു ഗുഹകളും കൂടി ചേർന്ന് കമാന ആകൃതി കൈവരിക്കും. ഇതിനെയാണ് സമുദ്ര കമാനം എന്ന് വിളിക്കുന്നത്. നമ്മൾ 3 ഭൂരൂപങ്ങൾ ചർച്ച ചെയ്തു. ക്ലിഫുകൾ, സമുദ്ര ഗുഹകൾ, സമുദ്ര കമാനം. ഇനി നോക്കുന്നത് സമുദ്ര സ്തംഭങ്ങൾ എന്താണ് എന്നാണ്. സമുദ്ര കമാനങ്ങളുടെ മേൽക്കൂര ഭാഗം തുടർ അപരദന പ്രക്രിയയുടെ ഫലമായിട്ട് തകരുമ്പോൾ കടലിലേക്ക് തള്ളി നിൽക്കുന്ന കമാന ഭാഗം തീരത്തു നിന്നും വേർപെട്ട് ഒരു തൂണ് പോലെ ബാക്കിയാകും. ഇതിനെയാണ് സമുദ്ര സ്തംഭങ്ങൾ എന്ന് വിളിക്കുന്നത്. ചിത്രം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇവിടെ ക്ലിഫ് കാണിച്ചിട്ടുണ്ട്, കരഭാഗം കാണിച്ചിട്ടുണ്ട്, താഴെയായിട്ട് സമുദ്ര ഗുഹ കാണിച്ചിട്ടുണ്ട്. ക്ലിഫുകൾക്ക് അപരദനം സംഭവിച്ച് സമുദ്രശിലകൾ അപരദന പ്രക്രിയയിലൂടെ നീക്കം ചെയ്ത് ഉണ്ടാകുന്ന ഭൂരൂപമാണ് സമുദ്രഗുഹ. ഇനി 2 സമുദ്ര ഗുഹകൾ ചേർന്നിട്ട് കമാന രൂപത്തിൽ കമാന ആകൃതി കൈവരിക്കുന്നു. അതാ ഇവിടെ സമുദ്ര കമാനം കാണിച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ മേൽക്കൂര ഭാഗം ഇളകി മാറുമ്പോൾ ഉണ്ടാകുന്നതാണ് സമുദ്ര സ്തംഭം. തിരമാലയുടെ പ്രവർത്തന ഫലമായിട്ട് വിവിധ നിക്ഷേപണ ഭൂരൂപങ്ങളും തീരപ്രദേശത്ത് ഉണ്ടാകാറുണ്ട്. ഇനി അത് ഏതൊക്കെയാണ് എന്നാണ് നോക്കുന്നത്. വേലിയേറ്റ നിരപ്പിനും വേലിയിറക്ക നിരപ്പിനും ഇടയിൽ തിരമാലയുടെ നിക്ഷേപണ പ്രവർത്തനത്താൽ മണൽ, ചരൽ എന്നിവ അഴിഞ്ഞു രൂപപ്പെടുന്ന താൽക്കാലിക നിക്ഷേപമാണ് ബീച്ചുകൾ. ഇവിടെ കാണിച്ചിട്ടുണ്ട്. ചിത്രം എ നോക്കുമ്പോൾ അറിയാം വേലിയേറ്റ നിരപ്പ്, അതിനുശേഷം വേലിയിറക്ക നിരപ്പ് കാണിച്ചിട്ടുണ്ട്. അവിടെ ബീച്ച് രൂപപ്പെട്ടതായിട്ടും കാണിച്ചിട്ടുണ്ട്. വേലിയിറക്ക നിരപ്പുകൾക്കിടയിലുള്ള പ്രദേശത്ത് തിരമാലയുടെ നിക്ഷേപണ പ്രക്രിയയിലൂടെ ബീച്ചുകൾ രൂപപ്പെടുന്നതാണ് നമ്മൾ ചിത്രത്തിൽ കണ്ടത്. ഇനി ഇവിടെ ബീച്ച്, അതുപോലെ ലഗൂൺ, മണൽ നാക്ക്, പൊഴി, ഇതിൻ്റെയൊക്കെ ചിത്രമാണ് കൊടുത്തിട്ടുള്ളത്. ഇതെല്ലാം തീരദേശ ഭൂരൂപങ്ങളാണ്. ബീച്ച്, ലഗൂൺ, മണൽ നാക്ക്, പൊഴി.
കടൽത്തീരത്തിന് സമാന്തരമായിട്ട് തിരമാലകളുടെ നിക്ഷേപണ പ്രവർത്തനത്താൽ രൂപപ്പെടുന്ന താൽക്കാലികമായിട്ടുള്ള മണൽത്തിട്ടകളെയാണ് പൊഴികൾ എന്ന് വിളിക്കുന്നത്. കരയിൽ നിന്നും കടലിലേക്ക് നീണ്ടു നിൽക്കുന്ന മണൽത്തിട്ടകളെ മണൽ നാക്കുകൾ എന്നുമാണ് വിളിക്കുന്നത്. ലഗൂണുകൾ എന്താണ് എന്ന് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിരുന്നു. ബീച്ചുകൾ ചർച്ച ചെയ്തു. പൊഴികൾ എന്താണ് എന്നാണ് ഇപ്പോൾ പറഞ്ഞത്. മണൽനാക്കുകൾ എന്താണ് എന്നും പറഞ്ഞു. അപ്പോൾ ഇത്രയും ചിത്രത്തിൽ നോക്കുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാകും. ഇനി നമുക്ക് തീരപ്രദേശങ്ങളിലെ കാലാവസ്ഥയെ പറ്റി നോക്കാം. മറ്റ് ഭൂപ്രകൃതി വിഭാഗങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള കാലാവസ്ഥയാണ് തീരപ്രദേശങ്ങളിൽ അനുഭവപ്പെടുക. ഉഷ്ണമേഖലയിലാണ് ഉൾപ്പെടുന്നത് എങ്കിലും ഇന്ത്യയുടെ തീരപ്രദേശങ്ങളിൽ മിതമായിട്ടുള്ള കാലാവസ്ഥയാണ് ഉണ്ടാവുക. ഇവിടെ അത്യുഷ്ണമോ അതിശൈത്യമോ അനുഭവപ്പെടാറില്ല. കാരണം സമുദ്ര സാമീപ്യമാണ്. കരയും കടലും വ്യത്യസ്തമായിട്ടാണ് സൂര്യതാപത്തോട് പ്രതികരിക്കുന്നതെന്ന് നമുക്കറിയാം. കര പെട്ടെന്ന് ചൂട് പിടിക്കും, വേഗത്തിൽ തണുക്കും. അതേസമയം കടലാവുമ്പോഴെങ്ങനെയാണ് സാവധാനത്തിലെ ചൂട് പിടിക്കുകയും തണുക്കുകയും ചെയ്യത്തുള്ളൂ. അങ്ങനെയാണ് കടൽക്കാറ്റും കരക്കാറ്റും ഉണ്ടാകുന്നതെന്ന് നമുക്കറിയാം. കടൽക്കാറ്റ് എന്താണ്, കരക്കാറ്റ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്, എങ്കിലും നോക്കിയേക്കാം. തീരപ്രദേശങ്ങളിൽ പകൽ സമയങ്ങളിൽ കര വേഗം ചൂട് പിടിക്കും. പകൽ സമയങ്ങളിൽ കരയാണ് വേഗം ചൂട് പിടിക്കുന്നത്. ഇതുമൂലം കരഭാഗത്തെ വായു മുകളിലേക്ക് ഉയരും, ന്യൂനമർദ്ദം രൂപപ്പെടുകയും ചെയ്യും. അപ്പം കരഭാഗത്ത് എന്താണ്, അവിടെ ന്യൂനമർദ്ദം രൂപപ്പെടും. എന്നാൽ ഈ സമയം കടലിൽ താരതമ്യേന ചൂട് കുറവും ഉച്ചമർദ്ദവുമായിരിക്കും. അതുകൊണ്ട് ഉച്ചമർദ്ദമുള്ള കടലിൽ നിന്നും ന്യൂനമർദ്ദമുള്ള പ്രദേശമായിട്ടുള്ള കരയിലേക്ക് വായു പ്രവഹിക്കും. ഇങ്ങനെയാണ് കടൽക്കാറ്റുണ്ടാകുന്നത്. കടലിൽ നിന്നും കരയിലേക്ക് കാറ്റന്തരം വീശും. ഇനി രാത്രി കാലങ്ങളിൽ ഇതിൻ്റെ വിപരീതമായിട്ടാണ് സംഭവിക്കുക. കരപ്രദേശത്ത് ചൂട് താരതമ്യേന വേഗത്തിൽ കുറയും. അങ്ങനെ അവിടെ ഉച്ചമർദ്ദം രൂപപ്പെടുന്നു. എന്നാൽ കടലിൽ കരയേക്കാൾ താരതമ്യേന ചൂട് കൂടുതലായതുകൊണ്ട് തന്നെ ന്യൂനമർദ്ദമായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഉച്ചമർദ്ദ മേഖലയായിട്ടുള്ള കരയിൽ നിന്നും ന്യൂനമർദ്ദ മേഖലയായിട്ടുള്ള കടലിലേക്ക് കാറ്റ് വീശും. ഇതിനെയാണ് കരക്കാറ്റ് എന്ന് വിളിക്കുന്നത്. അവിടെ ചിത്രം കൊടുത്തിട്ടുണ്ട്. മൺസൂൺ കാറ്റുകളാണ് തീരദേശ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന മറ്റൊരു ഘടകം. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകളാണ് ഇന്ത്യയിലാകമാനം മഴ നൽകുന്നത് എന്ന് നമുക്കറിയാം. മൺസൂൺ കാറ്റുകൾ ആദ്യം എത്തുന്നത് ദ്വീപുകളിലും തീരങ്ങളിലുമാണ്. അറബിക്കടലിലൂടെ എത്തുന്ന തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ പശ്ചിമഘട്ട മലനിരകളിൽ തട്ടി പടിഞ്ഞാറൻ തീരസമതലത്തിൽ ഉയർന്ന തോതിൽ മഴ നൽകുന്നു. ഇനി കിഴക്കൻ തീരങ്ങളിലെ കാര്യമെടുത്താൽ, കിഴക്കൻ തീരം കോറമൻഡൽ തീരത്ത് മഴ ലഭിക്കുന്നത് ഒക്ടോബർ നവംബർ മാസങ്ങളിലാണ്. മൺസൂൺ കാറ്റുകളുടെ പിൻവാങ്ങൽ കാലമാണ് ഒക്ടോബർ നവംബർ മാസം. ഈ പിൻവാങ്ങൽ കാലയളവിൽ കേരളത്തിലും മഴ ലഭിക്കുന്നുണ്ട്. ഇതിനെ നമ്മൾ തുലാവർഷം എന്നാണ് വിളിക്കുന്നത്. നമ്മൾ മുൻ അധ്യായത്തിൽ വടക്ക് കിഴക്കൻ മൺസൂൺ കാറ്റുകളുടെ സഞ്ചാര ഗതിയൊക്കെ നമ്മൾ നോക്കിയിരുന്നു. ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെടുന്ന ചക്രവാതങ്ങളിൽ നിന്നും കിഴക്കൻ തീരത്ത് മഴ ലഭിക്കുന്നുണ്ട്. ബംഗാൾ ഉൾക്കടലിൽ ചക്രവാതങ്ങൾ രൂപപ്പെടുന്നുണ്ട്. അങ്ങനെ കിഴക്കൻ തീരത്ത് മഴ ലഭിക്കുന്നുണ്ട്. ഇനി നമ്മൾ പഠിക്കുന്നത് തീരദേശ മണലിനെ പറ്റിയാണ്. നദികളുടെയും തിരമാലകളുടെയും നിക്ഷേപണ പ്രക്രിയയിലൂടെ രൂപപ്പെടുന്ന നിക്ഷേപണ മണ്ണാണ് തീരപ്രദേശത്ത് കാണപ്പെടുന്നത്. മണൽ നിറഞ്ഞ മണ്ണും മഞ്ഞയും ചുവപ്പും നിറമുള്ള ലാട്രേറ്റ് മണ്ണും കറുത്ത കളിമണ്ണും ജൈവാംശം കൂടിയ പീറ്റ് മണ്ണും പടിഞ്ഞാറൻ തീരങ്ങളിൽ കാണപ്പെടുന്നുണ്ട്. ഏതൊക്കെ തരത്തിലുള്ളതാണ്? ഒന്നുകൂടെ പറയാം. മണൽ നിറഞ്ഞ മണ്ണ്, മഞ്ഞയും ചുവപ്പും നിറമുള്ള ലാട്രേറ്റ്, അതുപോലെ കറുത്ത കളിമണ്ണ്, പീറ്റ് മണ്ണ്, ഇത്രയുമാണ് കാണപ്പെടുക. കിഴക്കൻ തീരങ്ങളിൽ കൂടുതലും എക്കൽ മണ്ണാണ് കാണപ്പെടുക. പടിഞ്ഞാറൻ തീരങ്ങളിൽ ലാട്രേറ്റ്, കളിമണ്ണ്, അതുപോലെ പീറ്റ് മണ്ണ്, മണൽ നിറഞ്ഞ മണ്ണൊക്കെയാണ് കാണപ്പെടുന്നതെങ്കിൽ കിഴക്കൻ തീരങ്ങളിൽ കൂടുതലും എക്കൽ മണ്ണാണ് കാണപ്പെടുക. ചിലയിടങ്ങളിൽ മണൽ നിറഞ്ഞ ചെങ്കൽ മണ്ണും കറുത്ത മണ്ണും കാണപ്പെടുന്നുണ്ട്. കിഴക്കൻ തീരങ്ങളിലെ കാര്യമാണ്. ചെങ്കൽ മണ്ണും കറുത്ത മണ്ണും എക്കൽ മണ്ണുമാണ് കിഴക്കൻ തീരങ്ങളിൽ കാണപ്പെടുക. ഇനി ഓരോ തീരപ്രദേശത്തും കാണപ്പെടുന്ന മണ്ണിനങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം. ഗുജറാത്ത് തീരപ്രദേശത്ത് കറുത്ത മണ്ണും തീരദേശ എക്കൽ മണ്ണും ലവണ മണ്ണും കാണപ്പെടുന്നുണ്ട്. കൊങ്കൺ തീരപ്രദേശത്ത് കറുത്ത മണ്ണും ലാട്രേറ്റുമാണ് കാണപ്പെടുക. മലബാർ തീരപ്രദേശത്ത് എക്കൽ മണ്ണും പീറ്റ് മണ്ണും. ഇനി കിഴക്കൻ തീരപ്രദേശത്ത് തീരദേശ എക്കൽ മണ്ണ്, ഡെൽറ്റ എക്കൽ മണ്ണ്, ഇത്രയുമാണ് കാണപ്പെടുക. ലക്ഷദ്വീപിൽ പവിഴ മണൽ മണ്ണാണ്. ആൻഡമാൻ നിക്കോബാർ ദ്വീപിൽ സമുദ്രജന്യ മണൽ മണ്ണും എക്കൽ മണ്ണും കാണപ്പെടുന്നുണ്ട്.
ഇനി തീരദേശത്തെ സസ്യജാലങ്ങളെ പറ്റി നോക്കാം. ഉഷ്ണമേഖലയിൽ സ്ഥിതി ചെയ്യുന്നത് കൊണ്ടും സമുദ്ര സാമീപ്യം മൂലവും ഇന്ത്യയുടെ തീരപ്രദേശങ്ങളിൽ കാലാവസ്ഥയും ഏറെക്കുറെ സമാനമായിരിക്കും. ഇവിടെ തീരദേശ സസ്യങ്ങളെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. വരണ്ട തീരദേശ സസ്യങ്ങളും ആർദ്ര തീരദേശ സസ്യങ്ങളും. ഇവിടെ വരണ്ട തീരദേശ സസ്യങ്ങൾ രണ്ട് രീതിയിലാണുള്ളത്. തീരമണൽപ്പരപ്പുകളിലെ സസ്യങ്ങളും തീരദേശ പാറക്കെട്ടുകളിലെ സസ്യങ്ങളും. മണൽപ്പരപ്പുകളിലെയും അതുപോലെ പാറക്കെട്ടുകളിലെയും സസ്യങ്ങൾ. ഇനി ആർദ്ര തീര സസ്യങ്ങളാണെങ്കിൽ 5 രീതിയിലാണുള്ളത്. കോറൽ സസ്യങ്ങൾ, കടൽ സസ്യങ്ങൾ, കടൽ പായലുകളുണ്ട്, ലവണചതുപ്പ് നിലങ്ങളിലെ സസ്യങ്ങൾ, കണ്ടൽ കാടുകൾ. തീരസമതലങ്ങളിലെ മിക്ക പ്രദേശങ്ങളും വ്യാപകമായിട്ട് കൃഷിഭൂമികളായിട്ട് മാറ്റപ്പെട്ടിട്ടുണ്ട്. അതിനാൽ സ്വാഭാവിക സസ്യജാലങ്ങളെക്കാൾ കൂടുതലായിട്ട് തെങ്ങ്, വാഴ, നെല്ല്, പച്ചക്കറികൾ തുടങ്ങിയ കാർഷിക വിളകൾ ഇവിടെ കാണപ്പെടുന്നുണ്ട്. ഇവിടെ പ്രത്യേകം കണ്ടൽക്കാടുകളെ പറ്റി ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, നമുക്ക് നോക്കാം. ഉഷ്ണമേഖലാ തീരങ്ങളിൽ സാധാരണയായിട്ട് വളരുന്ന ലവണജല ചതുപ്പ് സസ്യങ്ങളാണ് കണ്ടലുകൾ. ഇന്ത്യയിൽ ഏകദേശം 380 കിലോമീറ്ററോളം തീരപ്രദേശത്ത് കണ്ടൽ കാടുകൾ ഉണ്ട്. പശ്ചിമ ബംഗാൾ തീരത്തെ ഗംഗ ഡെൽറ്റ പ്രദേശമായിട്ടുള്ള സുന്ദർബൻ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ കണ്ടൽക്കാടുകളാണ്. കണ്ടലുകൾ വിവിധ ഇനം സസ്യങ്ങളുടെയും മറ്റ് ജലജീവികളുടെയും പ്രജനന കേന്ദ്രങ്ങളാണ്. കൂടാതെ വിവിധ ജീവിവർഗങ്ങൾക്ക് ആവാസ കേന്ദ്രവുമാണ്. ചുഴലിക്കാറ്റ്, സുനാമി തുടങ്ങിയ പ്രകൃതി ദുരന്തങ്ങളിൽ നിന്ന് കണ്ടലുകൾ തീരദേശത്തെയും ജനങ്ങളെയും സംരക്ഷിക്കുന്നുണ്ട്. തീരദേശ ആവാസ വ്യവസ്ഥയുടെ നിലനിൽപ്പിനെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകമാണ് കണ്ടലുകൾ. കണ്ടൽ കാടുകളുടെ സംരക്ഷണത്തിന് വേണ്ടി അന്താരാഷ്ട്ര കണ്ടൽ ദിനമായിട്ട് ആചരിക്കുന്നത് ജൂലൈ 26 ആണ്. അന്താരാഷ്ട്ര കണ്ടൽ ദിനമായിട്ട് ആഘോഷിക്കുന്നത് ജൂലൈ 26 ആണ്. ജൂലൈ 26 അന്താരാഷ്ട്ര കണ്ടൽ ദിനമാണ്. ഇനി നമുക്ക് ഇവിടുത്തെ ധാതു നിക്ഷേപമാണ് നോക്കുന്നത്. തീരദേശങ്ങളിലെ ധാതു നിക്ഷേപത്തെ പറ്റിയാണ് ഇനി നോക്കുന്നത്. ഇന്ത്യയുടെ തീരദേശങ്ങളിൽ വ്യാവസായിക മൂല്യമുള്ള ധാരാളം ലോഹ അലോഹ ധാതുക്കളുടെ നിക്ഷേപമുണ്ട്. ഇരുമ്പയിര്, മാംഗനീസ്, ബോക്സൈറ്റ് തുടങ്ങിയവയാണ് തീരദേശത്ത് കാണപ്പെടുന്ന പ്രധാനമായിട്ടുള്ള ധാതുക്കൾ. തീരദേശത്ത് കാണപ്പെടുന്ന പ്രധാന ധാതുക്കളാണ് ഇരുമ്പയിര്, മാംഗനീസ്, ബോക്സൈറ്റ്. കൂടാതെ ആണവ ഇന്ധനമായിട്ടുള്ള യുറേനിയം, വേർതിരിച്ചെടുക്കാവുന്ന മോണോസൈറ്റ് പോലുള്ള അപൂർവ ധാതുക്കളും തീരദേശ കരിമണ്ണിൽ കാണപ്പെടുന്നു. തീരദേശത്തെ ജനസംഖ്യയെ പറ്റിയാണ് നമ്മൾ പറയുന്നതിനി. തീരദേശത്ത് ജനസംഖ്യാ വിതരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ മിക്കതും അനുകൂലമാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്നിടമാണ്, ജനസാന്ദ്രമാണ്. ഇന്ത്യയിലെ മെട്രോ നഗരങ്ങളിൽ ഡൽഹി ഒഴികെ മറ്റു 3 മുംബൈ, ചെന്നൈ, കൊൽക്കത്ത ഇത് 3 തീരസമതലങ്ങളിലാണ് വികസിച്ചു വന്നിട്ടുള്ളത്. ദേശീയ ശരാശരിയേക്കാൾ കൂടിയ ജനസാന്ദ്രതയുള്ള പ്രദേശമാണ് ലക്ഷദ്വീപ്. ദേശീയ ശരാശരിയേക്കാളും കൂടുതൽ ജനസാന്ദ്രമായിട്ടുള്ള പ്രദേശമാണ് ലക്ഷദ്വീപ്. എന്നാൽ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലെ ജനസാന്ദ്രത കുറവാണ്.